മുംബൈയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ വാട്സപ്പിൽ പ്രചരിപ്പിച്ച 4 സഹപാഠികളെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ധന്യ വിശ്വം ചേരുന്നു. ധന്യ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? അജിംഷാദ്, ഈ പീഡനം നടന്നിട്ട് 15 വയസ്സുള്ള ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായിരിക്കുന്നു. 10 ദിവസത്തോളമായി 4 പേർ ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പീഡിപ്പിക്കുക മാത്രമല്ല, ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചത് ഒരാഴ്ച മുമ്പ് ഈ പറയുന്ന 4 അറസ്റ്റിലായിരിക്കുന്ന 4 ആൺകുട്ടികളിൽ ഒരു കുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ കുട്ടികൾ ഈ പെൺകുട്ടിയെ കമ്പൈൻ സ്റ്റഡി എന്ന പേരിൽ വീട്ടിലേക്ക് വിളിക്കുകയും ആളില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വിളിക്കുകയും മറ്റ് 3 കുട്ടികളും ആ വീട്ടിലെത്തി 4 പേരും ഒരുമിച്ച് ഒരു പെൺകുട്ടിയെ അതിഭീകരമായി പീഡിപ്പിക്കുകയും അത് പുറത്തു പറഞ്ഞാൽ ജീവിതം ഇല്ലാതാകുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് തിരിച്ചയക്കുന്നത്. വീട്ടിലെത്തിയ പെൺകുട്ടി ഇതാരോടും പറയുന്നില്ല. അച്ഛൻ മരിച്ചുപോയ പെൺകുട്ടിയാണ്, കൂടാതെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുന്നു, അമ്മുമ്മയും സഹോദരനും മാത്രമാണ് വീട്ടിലുള്ളത്. ആരോടും ഷെയർ ചെയ്യാതെ ഇത്രയും ദിവസങ്ങൾ കൊണ്ടു നടന്നു. പക്ഷേ ഈ പറയുന്ന 4 ആൺകുട്ടികൾ ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചു. വാട്സപ്പ് വഴി വീഡിയോ പ്രചരിപ്പിക്കുകയും എല്ലാവരെയും അറിയിക്കുകയും കൂട്ടത്തിൽ പെൺകുട്ടിയുടെ ഒരു ബന്ധുവിന് ഈ പറയുന്ന വീഡിയോ ലഭിക്കുകയും ബന്ധു വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി സത്യം പുറത്തു പറയുന്നത്. അതായത് ധന്യ, 4 പേരും ഒരേ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ സമപ്രായക്കാരാണ്. ഇത്തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇതൊരു പക്ഷേ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പീഡന ദൃശ്യങ്ങൾ പിടിക്കുന്നു, ഒടുവിൽ അത് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ നടപടിയും സ്വീകരിക്കുന്നു. ഇത് മുമ്പോട്ട് വെക്കുന്ന സന്ദേശം എന്ത്? കാരണം മറ്റ് പീഡനങ്ങൾ പോലെ ഉള്ള ഒരു രീതിയിൽ കാണേണ്ട ഒന്നാണോ ഇത്? ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട റിസർച്ചിലേക്കും നമ്മൾ പോയി. അങ്ങനെയെങ്കിൽ ധന്യ, ഇത് മറ്റു പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് തന്നെ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച് ഒരു 7 പേരെ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് 15 വയസ്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഈ കുട്ടികൾ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇല്ലെങ്കിൽ സഹോദരിയെ പോലെ കൂട്ടുകാരിയെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ ഒരു അവരെ റെസ്പെക്ട് ചെയ്യുന്നതോ ഇല്ലാത്തതോ ഒക്കെ ആ കുട്ടികൾ അതാണ്. അതായത് ധന്യ, ഈ ഇത്തരത്തിൽ ഈ കുട്ടിയെ വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയും മാതാപിതാക്കളുടെ നേരിട്ടുള്ള സംരക്ഷണം ഇല്ലാത്ത കുട്ടിയാണ്. അമ്മുമ്മയും സഹോദരനുമാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. സ്വാഭാവികമായും എല്ലാ സാഹചര്യങ്ങളും ഇതിന് അനുകൂലമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പീഡനത്തിന് അനുകൂലമായി രൂപപ്പെടുന്നു എന്ന ഗൗരവമായ കാര്യം കൂടി ഇവിടെ സംജാതമാണ്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾ ഇവർ മുഴുവനും ഈ പീഡിപ്പിക്കപ്പെട്ടതും പീഡനത്തിനിരയായതുമായ കുട്ടികളൊക്കെ ടീനേജുകാരാണ്, കൗമാരക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള രീതിയാണ്. അതേ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോകും. തീർച്ചയായും ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പോലും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് ഭാവിയെക്കുറിച്ച്, ഇല്ലെങ്കിൽ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥകളെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ടാവാം കുട്ടി ആരോടും തുറന്നു പറഞ്ഞില്ല. മാത്രവുമല്ല, വിദേശത്ത് ജോലി ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ആൺകുട്ടികൾ ചേർന്ന് വീഡിയോ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ ഓർത്താണ് പെൺകുട്ടി പുറം ലോകത്തെ ഇത് അറിയിക്കാതെ, ഇത്തരത്തിൽ എനിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന കാര്യം പുറം ലോകത്തെ അറിയിക്കാതെ ഇത്രയും ദിവസം സൂക്ഷിച്ചത്. എങ്കിലും ഈ ആൺകുട്ടികളുടെ വീട്ടിലോ ഇല്ലെങ്കിൽ മറ്റ് ഈ പുറത്തുനിന്ന് വന്ന 3 ആൺകുട്ടികളുടെ വീട്ടുകാരോ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ വീട്ടിലേക്ക് ക്ഷണിച്ച പഠിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ പഠനത്തിൽ പോലും മിടുക്കിയായ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. വീട്ടിൽ വന്ന ശേഷം ഇത്തരത്തിൽ ക്രൂരമായി ഇടപെട്ടതിന് ശേഷം ഭീഷണി കൂടി നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഭീഷണിപ്പെടുത്തുക, നിന്നെ ഞങ്ങൾ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്, അത് നാട് മൊത്തം പ്രചരിപ്പിക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് വിടുന്നത്. സ്വാഭാവികമായും പുറലോകം അറിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ ഓർത്ത് പെൺകുട്ടി പുറത്തു പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ കൂടി ഈ പയ്യന്മാരുടെ, ഈ പറഞ്ഞ 4 പേരുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് ലീക്കാവുകയും പുറത്തുവിട്ടത് ഇവരാണെന്ന് പോലീസ് അറിയുകയും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, ധന്യയാണ് വിവരങ്ങൾ നൽകിയത്. കമ്പൈൻ സ്റ്റഡിയുടെ പേരിൽ സഹപാഠിയെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും അത് വാട്സപ്പ് ദൃശ്യങ്ങളാക്കി മാറ്റി പ്രചരിപ്പിക്കുകയും ചെയ്ത 4 സ്കൂൾ കുട്ടികളാണ് പിടിയിലായിരിക്കുന്നത്. പീഡിതരും പീഡിപ്പിച്ചവരും സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുംബൈയിലാണ് സംഭവം. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ധന്യ വിശ്വം ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.